ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കിച്ചണിലെ പണികളൊക്കെ പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു വെക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കൂടി ഒന്ന് ഷെയർ ആക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും അത് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും വീഡിയോ മുഴുവനായിട്ട് തന്നെ കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ കാണുന്നെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ കടല, ഗ്രീൻ പീസ് അങ്ങനെയുള്ളതൊക്കെ ഒന്ന് വേവിച്ച് വെക്കാണ്. രാവിലെ തന്നെ ഇതെല്ലാം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വെള്ളയപ്പത്തിന് വേണ്ടിയിട്ടുള്ള അരിയും കൂടി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഗ്രീൻ പീസും കടലയൊക്കെ കഴുകിയിട്ടാണ് ഞാൻ വെള്ളത്തിലിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒന്നുകൂടി ഒന്ന് കഴുകിയിട്ട് കുക്കറിലേക്ക് ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഫസ്റ്റ് തന്നെ വേവിക്കാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കുന്ന സമയം കൊണ്ട് അതൊക്കെ തണുത്തിട്ടുണ്ടാവും. അപ്പോൾ അത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കാൻ പറ്റും. അപ്പോൾ കടലക്കും ഗ്രീൻ പീസിനും മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ കടലക്ക് ഞാൻ ഒരു ചെറിയ സവാള സ്ലൈസ് ചെയ്തും പച്ചമുളക് കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെജിറ്റബിൾസ് എല്ലാം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ട് മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ട് നന്നായിട്ട് കഴുകിയിട്ട് വെള്ളമൊക്കെ വലിഞ്ഞതിന് ശേഷം കട്ട് ചെയ്ത് വെക്കാനുള്ള കട്ട് ചെയ്ത് വെച്ച് അങ്ങനെ എല്ലാം ടിന്നിലാക്കി ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഓരോന്നൊക്കെ എടുത്ത് ഞാനെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. വെജിറ്റബിൾസ് എല്ലാം നന്നായിട്ട് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് ഞാൻ ഒരു ക്ലോത്തിൻ്റെ മുകളിലേക്ക് എല്ലാം ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ, വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട്. ആ സമയം കൊണ്ട് കുറച്ച് തേങ്ങ ഒന്ന് വറുത്തെടുക്കാനുണ്ട്. കുറച്ച് തേങ്ങ മുമ്പ് റെഡിയാക്കി വെച്ചത് ഫ്രീസറിൽ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും ഫുള്ള് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് അരി അരക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ കടലക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ വറുത്തെടുക്കുന്നത്. ഇതിപ്പോൾ 2-3 കടലക്കറിക്കുള്ള തേങ്ങയുണ്ട്. അപ്പോൾ അതൊന്ന് വറുത്ത് വെച്ചാൽ തണുത്തതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കാം. ഇതിപ്പോൾ ഞാൻ ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ട് കുറച്ച് ബസ്മതി റൈസ് ഒന്ന് വേവിച്ച് വെക്കാൻ വേണ്ടിയിട്ട് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നാളെ മോൾക്ക് ലഞ്ചിന് കൊണ്ടുപോകാൻ വേണ്ടി ഫ്രൈഡ് റൈസ് ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ടുള്ള റൈസും കൂടെ ഒന്ന് വേവിച്ച് ഫ്രിഡ്ജിൽ വെച്ചാൽ നമുക്ക് നാളെ ഈസി ആയിട്ട് തന്നെ ഓരോന്ന് ചെയ്ത് തീർക്കാൻ പറ്റും. ഇനിയിപ്പോൾ വെള്ളയപ്പത്തിനുള്ള അരിയും കൂടി ഒന്ന് അരച്ചെടുക്കുകയാണ്. അപ്പോൾ അരി ഫുള്ള് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് മാവ് മാറ്റിയിട്ട് പിന്നെ ബാക്കി കുറച്ച് മാവിലേക്കാണ് പിന്നെ തേങ്ങയും അതുപോലെ തന്നെ ഈസ്റ്റും 1 സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. വീണ്ടും അതിലേക്ക് 1 കപ്പ് ചോറൂടെ ചേർത്തിട്ട് വീണ്ടും അടിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു 2 മണിക്കൂർ കൊണ്ട് തന്നെ അത് അത്യാവശ്യം പൊങ്ങി വരും. ആ സമയത്ത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചാൽ മതി. എന്നിട്ട് പിറ്റേ ദിവസം എടുത്ത് വെള്ളയപ്പം റെഡിയാക്കുന്ന സമയത്ത് എടുത്ത് പുറത്ത് വെച്ചാൽ മതി കേട്ടോ. നാളെ ബ്രേക്ക്ഫാസ്റ്റിന് വെള്ളയപ്പം ഗ്രീൻ പീസ് കറിയാണ് കേട്ടോ പ്ലാൻ ചെയ്തിട്ടുള്ളത്.
ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഫ്രീസറിലിരുന്ന തേങ്ങയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2, 3 തേങ്ങയും കൂടി ഞാൻ ഇതേപോലെ കൊത്തിയെടുത്ത് ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ അത് അടിച്ചെടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ വെജിറ്റബിൾസൊക്കെ ഒന്ന് എല്ലാം ഒന്ന് റെഡിയാക്കി വെക്കുകയാണ്. അങ്ങനെ ഓരോന്നായിട്ട് കട്ട് ചെയ്തിട്ട് ഓരോ ടിന്നുകളിലാക്കിയിട്ട് വെക്കാണ് കേട്ടോ. അപ്പോൾ സാമ്പാറിനുള്ളതും ഫ്രൈഡ് റൈസിനുള്ളതൊക്കെ ഞാൻ വേറെ ടിന്നുകളിലാക്കി എല്ലാ കഷ്ണങ്ങളും ആക്കി വെക്കലുണ്ട്. അപ്പോൾ നമുക്ക് സാമ്പാർക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ആ ഒരു ടിന്ന് മാത്രം എടുത്താൽ മതി. പിന്നെ കട്ട് ചെയ്യലും കാര്യങ്ങളൊന്നും വേണ്ടല്ലോ. അപ്പോൾ ഈ മാങ്ങ ഞാൻ കട്ട് ചെയ്തിട്ട് ഇതേപോലെ പീസാക്കിയിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇതുപോലെ സിപ്ലോ കവറിലാക്കിയിട്ട് ഫ്രീസറിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് ചെനച്ച് പോവില്ല. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് എടുക്കുകയും ചെയ്യാം കേട്ടോ. ഫ്രീസറിൽ വെച്ചാൽ കുറേ നാൾ ഇരുന്നോളും. അപ്പോൾ ഇതുപോലെ 2 കവറിലാക്കിയിട്ട് ഫ്രീസറിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ ഞാൻ ഫ്രൈഡ് റൈസിനുള്ളതും കൂടി ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. ബീൻസും ക്യാരറ്റും പിന്നെ ചെറിയ കഷ്ണം ക്യാബേജും ചെറിയ കഷ്ണം ക്യാപ്സിക്കവും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഗ്രീൻ പീസിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഒരു ടിന്നുകളിലാക്കി വെക്കാണ് കേട്ടോ. അതായത് സവാള, തക്കാളി, കുറച്ച് മല്ലിയില, കുറച്ച് കറിവേപ്പില, പച്ചമുളക്, പിന്നെ കുറച്ച് വെളുത്തുള്ളി കേട്ടോ. ഇതൊക്കെ ഞാൻ ഒരു ബോക്സിലാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് നാളെ ഗ്രീൻ പീസ് ഉണ്ടാക്കുന്ന സമയത്ത് ഈ ഒരു ബോക്സ് ഇങ്ങനെ എടുത്താൽ മതി. പിന്നെ ഇത് കൂർക്കയാണ് കേട്ടോ. ഷോപ്പിൽ ചെന്നപ്പോൾ ഇതുപോലെ ഇരിക്കുന്നുണ്ട്, അങ്ങനെ വാങ്ങിയതാണ്. പിന്നെ കുറച്ച് ചെറിയ ഉള്ളിയും കൂടി ഞാൻ നന്നാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അതും ടിന്നുകളിലാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കുകയാണ്.
അങ്ങനെയെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഫ്രിഡ്ജ് ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട് കേട്ടോ. അങ്ങനെ ഡീപ്പ് ക്ലീനിങ് ഒന്നുമില്ല, ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. എന്നാലും ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് കഴുകി നമുക്ക് ഇതേപോലെ ചെയ്ത് വെക്കുമ്പോൾ ഫ്രിഡ്ജ് ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചാലാണ് നമുക്കൊരു തൃപ്തി ആവുള്ളൂ. അപ്പോൾ എല്ലാ ട്രേകളൊക്കെ എടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയും കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കാനുണ്ട്. അപ്പോൾ ചെയ്ത് വെച്ച കാര്യങ്ങളൊക്കെ എല്ലാം ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഒരു 3-4 മണിക്കൂർ നമ്മളൊന്ന് കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരു 1-1.5 ആഴ്ച നമുക്ക് പെട്ടെന്ന് തന്നെ കിച്ചണിലെ പണികളൊക്കെ തീർത്ത് ഇറങ്ങാൻ പറ്റും. ഇനി നമ്മൾ കൊത്തിവെച്ച തേങ്ങയും കൂടി ഒന്ന് അടിച്ചെടുത്തിട്ട് ടിന്നുകളാക്കിയിട്ട് ഫ്രീസറിലേക്ക് വെച്ചെടുക്കുകയാണ്. പിന്നെ തേങ്ങ വറുത്തതും ചൂടാറിയിട്ടുണ്ട്. അത് ഞാനൊന്ന് ടിന്നുകളാക്കി ഫ്രിഡ്ജിലേക്കൊന്ന് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിലാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ ഞാൻ ഉള്ളി, കറിവേപ്പില, മല്ലിയിലേക്ക് ഈ ഡോറിലേക്കെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഉള്ളി, കറിവേപ്പില, മല്ലിയില, പിന്നെ ഇത് തേങ്ങ വറുത്ത, അപ്പോൾ അതെല്ലാം ഡോറിലേക്കാണ് വെച്ചിട്ടുള്ളത്. പിന്നെ നമ്മൾ വേവിച്ച് വെച്ച കടല, ഗ്രീൻ പീസൊക്കെ എല്ലാം ടിന്നുകളിലാക്കി വെച്ചിട്ടുണ്ട്. അത് കുറച്ചുകൂടി തണുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ടുള്ള ബസ്മതി റൈസ് കൂടി കുറച്ച് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നാളെ മൂത്ത ആൾക്ക് ഫുൾ ഡേ ആണ് ക്ലാസ് ഉള്ളത്. ഇളയ ആൾക്ക് സ്കൂൾ അടച്ചിട്ടുണ്ട്. ഇപ്പോൾ രണ്ടാമത്തെ ആൾക്ക് എക്സാം ആയതുകൊണ്ട് ഉച്ചയ്ക്കാണ് പോകുന്നത്. ഒരാൾക്കുള്ള ഫ്രൈഡ് റൈസ് മാത്രമാണ് ഉണ്ടാക്കുന്നത്. അതിനുള്ള അരിയും കൂടി ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം സെറ്റായിട്ടുണ്ട്. അത് തണുത്തതിന് ശേഷം ഞാൻ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.